ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സ്നാക്ക് തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിത് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ചിക്കൻ മയോണൈസ് ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾസിൻ്റെ അകത്തായിട്ട് കണ്ടില്ലേ ഇതുപോലെ മയോണൈസിൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം മയോണൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറായാലും മതി. അതിലേക്ക് ഒരു മുട്ടയും അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്താൽ മതി. നല്ല പോലെ എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 മുതൽ 3/4 ഗ്ലാസ് വരെ ഓയിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുത്ത് നോക്കുക. ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്നത് വരെ വേണം നമ്മൾ മയോണൈസ്. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടണം. അതുകൊണ്ട് ഓയിൽ നമ്മൾ തിക്കായിട്ട് വരുന്നത് വരെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പൂണിൽ നിന്ന് വിട്ട് വരാത്ത രീതിയിലുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കണം. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ പൊട്ടറ്റോ വേവിച്ച് ചേർക്കുന്നതുകൊണ്ട് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെ കുറച്ച് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതാണ്. അപ്പോൾ തൊലിയോട് കൂടി വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് ഒരുപാട് ലൂസായിട്ട് വരും. അപ്പോൾ തൊലിയോട് കൂടി വേവിച്ചതിന് ശേഷം തൊലി മാറ്റിയിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കന് ഞാൻ നല്ലപോലെ കുരുമുളകും ഉപ്പും കൂടിയിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് തണുത്ത് വരട്ടെ. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പും മുട്ടയുടെ വെള്ളം മാത്രമായാലും കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച മയോണൈസ് പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിതുപോലെ ബോൾസ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം നല്ല കട്ടി കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ സ്പൂണ് മയോണൈസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ മതിയാകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുക. മയോണൈസ് ഉള്ളിൽ വരുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് നല്ലൊരു ബോൾ ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഞാനിവിടെ. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മയോണൈസ് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെന്തുടഞ്ഞ് നമുക്കതിൽ വെള്ളം കയറിയ രീതിയിൽ വരാനും പാടില്ല. അപ്പോൾ നമുക്കിതുപോലെ നല്ല ടൈറ്റായിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്നില്ല അതുപോലുള്ള മാവായിരിക്കണം നമുക്കിതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടും സിമ്പിളായിട്ടും ചെയ്യാനായിട്ട് പറ്റും. കഴിക്കുന്ന ടൈമിലും അത്യാവശ്യം നല്ല കട്ടിയിൽ ഇരിക്കണമെങ്കിൽ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് ഞാനിവിടെ. ഇത് നമുക്ക് സിമ്പിളാണ്. ഓരോ ബോൾസായിട്ട് മുട്ടയുടെ മിക്സിയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോട്ടിങ്ങിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി മിക്സ് ചെയ്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ബബിൾസ് ഒന്നും വരില്ല എണ്ണയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഒന്നുകൂടി ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി സൈസും ഒന്ന് വലുതാവും.
അതുപോലെ തന്നെ കാണാനും നല്ലൊരു പെർഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസൊക്കെ ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ. നമുക്കിതിൻ്റെ ഉള്ളിൽ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകളിലത്തെ ബ്രെഡ് ക്രംസൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയമൊന്നും ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ കളർ മാറിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലൊരു കളറായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ചിക്കൻ മയോണൈസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ അങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്